നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊറോട്ടയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ടയാണ്. അപ്പൊ എനിക്ക് കുറെ ദിവസങ്ങളായി റിക്വസ്റ്റ് വരുന്നു. കാരണം വറുത്തരച്ച ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നില്ലേ, അതിന് കൂടെ ഞാൻ ഫോട്ടോന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് പൊറോട്ടയായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു. അമരപ്പായസം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷം. ഫോട്ടോസൊക്കെ കിട്ടി, എല്ലാം നന്നായിരിക്കുന്നു. അപ്പൊ ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്ന ഡേറ്റിൽ, നമ്മുടെ ചാലഞ്ചിന്റെ ഡേറ്റിന് കുറച്ച് തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം എന്നെ റിലേ പോയി കിടക്കുമായിരുന്നു. നാട്ടിൽ നിന്ന് വന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം. അപ്പൊ ഡേറ്റുകൾ അങ്ങോട്ട് തെറ്റിപ്പോയി. ശരിക്കും പറയുകയാണെങ്കിൽ ജൂൺ 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ചാലഞ്ച് ചെയ്യുന്നവരും പേടിക്കണ്ട, കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അയച്ചു തരാൻ മറക്കരുത് കേട്ടോ. വീഡിയോന്റെ കാര്യം മറക്കരുത്. അപ്പൊ നമുക്കൊട്ട് സമയം കളയാണ്ട് എങ്ങനെയാണ് ഗോതമ്പ് പൊറോട്ട ചെയ്യാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗോതമ്പ് കൊണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ വേണ്ടത്? എൻ്റെ ചപ്പാത്തി വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും എങ്ങനെ ചപ്പാത്തി ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന്. ഞാൻ ഒന്നും കൂടെ കാണിക്കാം, പുതിയതായിട്ട് കാണുന്നവർക്ക് വീണ്ടും അത് സംശയമാവണ്ട. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. സാധാരണ വെള്ളം, നോർമൽ വെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല. എല്ലാവർക്കുള്ള സംശയമാണ് ചൂടുവെള്ളമായിരുന്നു എന്ന്. അത് 1 ഗ്ലാസ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് ആട്ടയാണ് അളന്ന് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ചായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കാൻ. എൻ്റെ ചപ്പാത്തി വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും ട്രൈ ചെയ്യാത്തവർ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ടിപ്പ് ഇനി വീണ്ടും കുറച്ചായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിലോട്ട് നമ്മൾ ആട്ട ഇടുമ്പോൾ, ആട്ട എന്നല്ല ഏതാണെങ്കിലും, മൈദയാണെങ്കിലും ആട്ടയാണെങ്കിലും എന്തിടുമ്പോഴും വളരെ ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അതേസമയം ആട്ടയിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഹെക്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ. എനിക്ക് പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണ പോലെയായിരുന്നു. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോബാണ്. ഇപ്പോഴും വെള്ളത്തിന്റെ കണ്ടന്റ് ഇതിൽ കൂടുതലാണ്. അപ്പോൾ ബാക്കിയുള്ള പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 1 ഗ്ലാസ്സിലേക്ക് 2 ഗ്ലാസ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കൈവച്ച് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഇനി വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. കുറച്ചും കൂടെ നമുക്ക് പൊടി വേണം. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവാണ്. 2 ഗ്ലാസും 2 ടേബിൾ സ്പൂണും ആട്ടയും 1 ഗ്ലാസ് വെള്ളവും. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ, നമ്മുടെ ചപ്പാത്തിക്ക് പരത്തുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇത് വിരൽ വയ്ക്കുമ്പോൾ ഉള്ളിലോട്ട് പോകണം, അമങ്ങി പോകണം. അതാണ് അതിൻ്റെ ഇത്. പക്ഷെ അതേസമയം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാനും പാടില്ല. ആ ഒരു ടെക്സ്ചർ എത്തുന്ന വരെ നന്നായിട്ട് നമ്മളിത് കുഴച്ച് കൊടുത്തോണ്ടേ ഇരിക്കാം. നന്നായി കുഴച്ചാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ നല്ല ക്ലീൻ ആയിരിക്കുന്ന കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ നന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കുഴച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തങ്ങ് കുഴച്ചെടുക്കാൻ പറ്റും. ഒരു സ്പീഡിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് വലിയ ശക്തിയുടെ ആവശ്യമൊന്നും ഇതിന്. ആക്ച്വലി ഇത് മതി. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ വരെ ഇത് അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതേസമയം നിങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്, ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 20 മിനിറ്റെങ്കിലും നമ്മളിത് അടച്ചു വെക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ എന്തായാലും 2 മണിക്കൂർ അടച്ചു വെക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം.
ഓക്കെ. അപ്പോൾ നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് മേൽഭാഗം ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം ടൈറ്റായിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്കിത് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇത് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് അങ്ങ് കുഴച്ച് കൊടുക്കാം. 2 മിനിറ്റ് കുഴച്ച് കൊടുക്കാം കേട്ടോ. ഇതിനെ നമുക്ക് ഉരുളകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പം എത്ര ഉരുള ഉരുട്ടാൻ പറ്റുമോ അത്ര ഉരുള. അപ്പോൾ ഒരു ഏകദേശം സാധാരണ ചപ്പാത്തിനേക്കാളും കൂടെ കുറച്ച് ആലു പൊറോട്ടയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു വലിപ്പം. കാരണം പൊറോട്ടയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ ഉരുളകൾ നമുക്ക് മൊത്തത്തിൽ ഉരുട്ടിയെടുത്ത് വെക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു 11 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഫ്ലാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു, കാരണം എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ എല്ലാ ഉരുളകളുടെ മേലെ കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കൂടെ എല്ലാത്തിൻ്റെ മുകളിൽ കൂടെയും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒരുപാട് ഹെൽത്തി ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഇതിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊന്നും അധികമൊന്നും കഴിക്കാൻ നിൽക്കണ്ട. വല്ലപ്പോഴൊക്കെ കുഴപ്പമില്ല, പക്ഷേ സ്ഥിരം ആക്കണ്ട. ഇത് പിന്നെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള കാരണമാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ചിലവർ ഇത് ഉണ്ടാക്കുമ്പോൾ തൈര് ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ പാല്, അതല്ലെങ്കിൽ മുട്ട, ക്രീമൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ തന്നെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ വേർഷൻ. ഓക്കെ. അപ്പോൾ ഇത് നമുക്കിനി ഓരോന്നായിട്ട് ഇങ്ങ് പരത്തിയെടുക്കണം. അപ്പോൾ ഒരെണ്ണം എടുക്കുക. ഞാനിതിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സമയം അധികം കൂടുതൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ച് എണ്ണയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ എണ്ണ കൂടുതൽ ഒഴിക്കുന്നത് ഓരോ നമുക്കിതിങ്ങനെ പരത്തി എടുക്കാൻ ഒരു ഈസി ആയിരിക്കും. കൈകൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് നല്ല നൈസായിട്ട് മാക്സിമം നിങ്ങൾക്ക് എത്രയും പരത്താൻ പറ്റും അത്രയും പരത്താൻ ശ്രമിക്കുക. കാരണം ഇത് നൈസായിട്ട് പരത്തി കഴിഞ്ഞാലാണ് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടുക. നമ്മൾ മൈദ കൊണ്ടുള്ള പൊറോട്ട ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? മാക്സിമം അത് നൈസായിട്ട്. അപ്പോൾ ഇത് മാക്സിമം നമുക്കിതൊന്ന് ഇതുപോലെ കൈ കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. കുറച്ചും കൂടെ ഈസി മറ്റേതിൽ ചെയ്യുന്നേക്കാളും. അപ്പോൾ ഇതുപോലെ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനേ അടിക്കണ്ട, അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം നമ്മളിത് പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കുറച്ച് എണ്ണ തടവിയിട്ടില്ല നമ്മളിത് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര ഞാൻ പരത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ആട്ട തൂക്കി കൊടുക്കാം. നമ്മൾ ആട്ട എന്തിനാണ് തൂങ്ങുന്നതെന്ന് അറിയാമോ? ആട്ട തൂങ്ങിക്കഴിഞ്ഞാൽ ലെയർ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ആട്ടയില്ലെങ്കിൽ നമ്മൾ വീണ്ടും പരത്തുന്ന സമയത്ത് ഇതെല്ലാം കൂടി വീണ്ടും പരസ്പരം ഒട്ടിപ്പിടിക്കും. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ ബാക്കിലും കൂടി ഇതേപോലെ തന്നെ കുറച്ച് ആട്ടമാവ് തൂക്കി കൊടുക്കുക. എണ്ണ ഉണ്ടാവണം കേട്ടോ. എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ആട്ടമാവ് തൂവിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കുറച്ച് ലാവിഷായിട്ട് എണ്ണ വേണം. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സാരി ഞൊറിയണ പോലെ നമുക്ക് ഞൊറിഞ്ഞെടുക്കണം. അതായത് ഇങ്ങനെ എടുക്കുക. ഓരോ നമ്മൾ സാധാരണ ഫ്ലീറ്റ്സ് എടുക്കില്ലേ, അതിനെ എടുക്കുക. ഫ്ലീറ്റ്സ് ഇങ്ങനെ എടുക്കുക, തിരിച്ചെടുക്കുക. എളുപ്പമാണത്. ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടണം. ഇതുപോലെ കിട്ടിയില്ലേ? 1 2 3 4 5 6 7 ഇതുപോലെ ഫ്ലീറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലീറ്റ്സ് മേലോട്ട് വരുന്ന പോലെ വെക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലീറ്റ്സ് കാണണം. ഫ്ലീറ്റ്സ് മേലോട്ട് വരുന്ന പോലെ വെച്ചിട്ട് ഈ അറ്റത്തെ ഈ സൈഡ് ഉണ്ടല്ലോ ഉള്ളിലോട്ട് വെച്ച് ഇത് നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ പൊറോട്ട ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതിനങ്ങ് ഇതേപോലെ ചുറ്റിച്ചിട്ട് അവസാനത്തെ ഈ ഭാഗമില്ലേ ഈ ഭാഗത്തിന് നമുക്ക് ഉള്ളിലോട്ടങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ പരത്തുമ്പോൾ ശരിയായിക്കോളും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ സംഭവമായിട്ടുണ്ട് അല്ലേ? പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ഫ്ലീറ്റ്സ് പോലെ ഇട്ടിരുന്ന സംഭവം നമുക്കിവിടെ കാണണം. അതായത് അത് ഫ്രണ്ടിലോട്ട് വരണം. അപ്പോൾ 2-3 നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കണം. എന്നിട്ട് അറ്റത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇരുന്ന് കുറച്ച് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അത് ആദ്യം വെച്ചത് ഇനി നമ്മളെല്ലാം 11 ഇതുപോലെ ചെയ്യണം. അതിനുശേഷം ചുട്ടെടുക്കുമ്പോൾ ഇതുമ്പോൾ വീണ്ടും തുടങ്ങുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് ഇരുന്ന് സോഫ്റ്റ് ആയിക്കോളും. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ടാമത്തെ ഒന്നും കൂടെ കാണിച്ചിട്ട് ഞാൻ
അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് ആദ്യം ചെയ്തതല്ലേ, ഇത് ആദ്യം ചെയ്ത് രണ്ടാമത് ചെയ്തത് മൂന്നാമത് ചെയ്ത് ഓർഡറിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അവസാനം വന്ന് എടുക്കുമ്പോൾ ഇതിന്ന് തുടങ്ങുക. അപ്പോൾ ആ സമയം കൊണ്ട് അത്രയും സമയം കൊണ്ട് ഇതിന് ഓരോന്നിനും റെസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 11 ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തുടങ്ങിയില്ല, ആദ്യം വെച്ചത് നമുക്ക് എടുക്കാം. ആദ്യം വെച്ചത് വീണ്ടും നമുക്ക് പരത്തണം. ഇതിപ്പോൾ ചെറിയൊരു ഡിസ്ക് ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഇതിന് നമുക്ക് ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്താൻ പാടില്ല. പൊറോട്ടയുടെ ഒരു വലിപ്പത്തിൽ ഒരു തിക്നെസ്സിൽ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് പരത്താം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോളിംഗ് പിന്ന് വെച്ചിട്ടും പരത്താം. ഞാൻ കൈ കൊണ്ട് പരത്തുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം അത്ര നേരം നമ്മൾ ആ എണ്ണയിൽ ഇരുന്നപ്പോൾ ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ പൊറോട്ടയുടെ തിക്നെസ് നഷ്ടപ്പെടും. അപ്പോൾ ദേ ഈ ഒരു സൈസാണ് ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് ഇതേപോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കാം. അതുപോലെ എല്ലാതും പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് പരത്താൻ പറ്റുന്നില്ലെങ്കിൽ റോളിംഗ് പിന്ന് യൂസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അധികം ഒരുപാട് അങ്ങ് സ്ട്രെയിൻ കൊടുക്കരുത്. റോളിംഗ് പിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് അമർന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് പരത്താൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോഴാണ് കറക്റ്റ് ആ ലെയേഴ്സ് ഇങ്ങനെ വരിക. കണ്ടോ, ലെയേഴ്സ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പം എൻ്റെ മോനൊക്കെ കോയിൻ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് കിട്ടില്ലേ പൊറോട്ട, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മൊത്തത്തിൽ ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ എല്ലാം. ഇതേ അപ്പം ഞാൻ 11 പൊറോട്ട ഇതുപോലെ തന്നെ പൊറോട്ടയുടെ ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിപ്പോൾ ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. മീഡിയം ചൂടായ പാനിലോട്ട് ഓരോ പൊറോട്ടകളായിട്ട് വെച്ചു കൊടുക്കാം. എപ്പോഴും ചൂട് സൂക്ഷിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ പൊറോട്ട വെച്ചു കൊടുക്കാൻ പാടില്ല, അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സൈഡ് കരിയും. ചപ്പാത്തിയുടെ പോലെ തന്നെ ഒന്ന് ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടുക. കണ്ടോ, നമുക്ക് ഈ ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. മീഡിയം തീയിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഈസിയാണ് സംഭവം ഉണ്ടാക്കാൻ. ഇല്ല, മൈദ വെച്ചിട്ട് ഞാൻ പൊറോട്ട ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇതേപോലെ ആട്ട വെച്ചിട്ട് ഉണ്ടാക്കാറ്. മൈദ വെച്ചിട്ടും സെയിം പ്രൊസീജിയറൊക്കെ തന്നെയാണ് കേട്ടോ. മൈദ വയ്ക്കുമ്പോൾ കുറേയും കൂടെ നീളത്തിൽ നമുക്കങ്ങ് സ്പ്രെഡ് ചെയ്ത് പരത്തിയെടുക്കാൻ പറ്റും. ഇത് പിന്നെ പൊട്ടിപ്പോവുമല്ലോ ആട്ട ആയതുകൊണ്ട്. ഞാൻ പ്യുവർ ആയിട്ടുള്ള ഗോതമ്പ് മാവാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത്. തിരിച്ചിടുക. എണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ പൊറോട്ടയുടെ ആ ഗ്ലേസിങ് കിട്ടുക. ഇനി പൊറോട്ടയുടെ എണ്ണ ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല, കാരണം പൊറോട്ട ഉണ്ടെങ്കിൽ എണ്ണ ഉണ്ടാവും. ഒരു നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളർ അവിടെ ഇവിടെയൊക്കെ വരണം. കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. പിന്നെ എപ്പോഴും പൊറോട്ട വെന്തിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് വെന്തോളും. ഈ ഒരു ഗോൾഡൻ കളർ ഈ കുത്തുകൾ എല്ലാ സൈഡിലും ഉണ്ടാവും. അപ്പോൾ നല്ല ലെയേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ തന്നെ കാണുന്നുണ്ട് കറക്റ്റായിട്ട്, ഇതേ സുഖമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് മതി. അപ്പോൾ ഒരു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ എല്ലാ പൊറോട്ടയും അതുപോലെ അങ്ങ് ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അതിന് കോമ്പിനേഷനാക്കി ഉണ്ടാക്കിയിരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരവണ ഭവൻ സ്റ്റൈല് വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ അതിവിടെ എൻ്റെ മൂത്ത പുത്രന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഈ പൊറോട്ടയുടെ കോമ്പിനേഷൻ. ശരവണ ഭവനിൽ പോവുകയാണെങ്കിലും അവൻ കഴിക്കുക, ഒന്നില്ലെങ്കിൽ ചപ്പാത്തി ഈ വെജിറ്റബിൾ കുറുമ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പൊറോട്ട വെജിറ്റബിൾ കുറുമ. അതാണ് അവൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ അവനൊന്ന് സ്കൂളിൽ പോകുമ്പോൾ അത് വേണമെന്ന് പറഞ്ഞ കാരണം അതിനുണ്ടാക്കി കൊടുത്തു വിട്ടത്. ഞാൻ ആദ്യമായിട്ട് ഈ ഗോതമ്പ് പൊറോട്ട കഴിക്കുന്നത് സൽക്കാരയിൽ, ദുബായിൽ സൽക്കാരയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ഗോതമ്പ് പൊറോട്ട ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കുക. ലേയേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ പൊറോട്ടയും ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ 11 പൊറോട്ട ഞാൻ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത്, ഇത് പ്രസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിലിപ്പോൾ ഓൾറെഡി ലെയറായിട്ട് കാണാം നിങ്ങൾക്ക് ഇല്ലേ. ലെയറായിട്ട് ഓൾറെഡി നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ മറ്റേ പൊറോട്ട മൈദ പൊറോട്ടയ്ക്ക് ചെയ്യുന്ന പോലെ ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലെയേഴ്സ് വന്നോളും. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ലെയർഡ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആണത്. നമ്മളിത് എന്താ പറയുക, കാസറോളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അഥവാ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി കൂടിയെന്ന് വിചാരിക്കുക, കുറച്ചൊക്കെ തണുത്ത് വരുമ്പോൾ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ ചപ്പാത്തിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് ഇതിലൊന്ന് പരത്തിയതിന് ശേഷം ഓവനിൽ ഒരു 10 സെക്കൻഡ് ചൂടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ തിരിച്ചു വരും. നമ്മുടെ പറാത്തി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും. പക്ഷേ ഇതങ്ങനെ കട്ടിയാവാറില്ല സാധാരണ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പച്ചമ്പിൽ ഒന്ന്
സ്റ്റീം ചെയ്തെടുത്താലും മതി. പക്ഷെ അതിനേക്കാൾ ഓവനുള്ള ആൾക്കാരാണെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഗോതമ്പ് പറാത്ത. ഓക്കെ, ഇതാ അപ്പോൾ നമ്മുടെ പറാത്ത ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി പറാത്ത എടുത്ത് കഴിച്ച് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് പറയാമേ. സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.